നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബി.ജെ.പി നിയമവും അതുപോലെ തന്നെ തിരുവനന്തപുരം അല്ലാതെ മറ്റ് ജില്ലകളിലെ ഏതെങ്കിലും മണ്ഡലങ്ങൾ അല്ലെങ്കിൽ പൂർണ്ണമായും പിടിക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി അടിമുടി കളത്തിലിറങ്ങിയിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ആദ്യ നീക്കം തന്നെ ഒരു മഹാ അദാലത്ത് പോലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അതും ധർമ്മടത്ത് തന്നെ, അതായത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെയാണ് ബി.ജെ.പി ഇറങ്ങിച്ചെന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ഏകദേശം 3000 പരാതികളാണ് രാജീവ് ചന്ദ്രശേഖരനെ കാത്ത് അവിടെ നിന്നത്. കൃത്യമായ ബാത്റൂമില്ല, കുടിവെള്ളം ലഭിക്കുന്നില്ല, റോഡില്ല, അതുപോലെ തന്നെ പറഞ്ഞു പറ്റിച്ച പല കാര്യങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ. മുഖ്യമന്ത്രിയുടെ ധർമ്മടത്ത് പോയി നിന്നുകൊണ്ട് എടുത്തിരിക്കുന്ന ഈ നീക്കമുണ്ടല്ലോ, സത്യത്തിൽ അവിടെയാണ് RC എന്ന അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന രാഷ്ട്രീയക്കാരൻ വിജയിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കൃത്യമായ ഒരു പ്ലാനിംഗ് ആയിരുന്നു നടന്നെന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് ഈ MLA മടുത്തു എന്നുള്ള ഹാഷ്ടാഗോട് കൂടിയാണ് ഇവർ ഓരോ ഇടത്തും എത്തുന്നത്. മാത്രമല്ല, ധർമ്മടം കഴിഞ്ഞാൽ നേരെ വരുന്നത് നേമത്തായിരുന്നു. നേമത്ത് MLA മന്ത്രിയൊക്കെയായ ശിവൻകുട്ടിയുടെ ഓഫീസിന് മുന്നിലാണ് ആ ധർണ ആരംഭിച്ചത് എന്നുള്ളതാണ്. ഡബിൾ എൻജിൻ സർക്കാരുടെ ഗുണം ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് കൊണ്ടാണ് തിരുവനന്തപുരത്ത് BJP ജയിച്ചത് എന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വികസനം ജന്മാവകാശം എന്ന മുദ്രാവാക്യം ഉയർത്തി മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് സംഘടിപ്പിച്ച മെഗാ അദാലത്തും ജനസംഗമവും മമ്പറം എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ഗ്രൗണ്ടിൽ ഉദ്ഘാടനം ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏതു മണ്ഡലത്തിലെ ആളുകളോട് ചോദിച്ചാലും മതിയായി എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് പോലും വികസനം നടക്കുന്നില്ല. അതിന് തെളിവാണ് 3000-ഓളം പേർ അദാലത്തിൽ വന്നു എന്നുള്ളത്. വീട്, കുടിവെള്ളം, റോഡ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളുമായാണ് എത്തിയത്. ഹെൽപ്പ് ഡെസ്ക് വഴി 8 മാസത്തിനിടെ 1 ലക്ഷത്തിലധികം പേരുടെ പ്രശ്നങ്ങൾ BJP പരിഹരിച്ചു. 10 വർഷം ഒന്നും ചെയ്യാതെ തെരഞ്ഞെടുപ്പിന് മുമ്പ് നാടകം നടത്തുന്നത് BJPയുടെ രീതിയല്ല. ഇരട്ടത്താപ്പാണ് CPMന്റെ ഐഡിയോളജി. ബഡ്ജറ്റിൽ പറയാത്ത കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കുന്നത്. BJP ഒന്നും നടന്നിട്ടില്ല എന്നാണ് CPMകാർ പറയുന്നത് എങ്കിൽ അവരോട് ചർച്ചയ്ക്ക് തയ്യാറാണ്. 10 വർഷം ഭരിച്ചിട്ടും വിവാദം മാത്രമേ അവർക്ക് മുന്നോട്ട് വെക്കാനുള്ളൂ. അതുപോലെ തന്നെ ശിവൻകുട്ടിയുടെ ഓഫീസിന് മുന്നിലും അദ്ദേഹം നടത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയുണ്ട്. ആ ചർച്ചയെ നമുക്ക് എന്താണെന്ന് നോക്കാം. നിലവിൽ നേമം MLA ശിവൻകുട്ടിജിയുടെ ഓഫീസിന് മുന്നിൽ ഈ പരിപാടിയിൽ വന്ന എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. മതിയായി MLA എന്നൊരു മുദ്രാവാക്യം എന്തുകൊണ്ടാണ് ജനങ്ങളിങ്ങനെ അത് പറയുന്നത്? ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. നമ്മളെല്ലാവരുടെയും ഭാവിയും, നേമത്തിന്റെ ഭാവിയും തിരുവനന്തപുരത്തിന്റെ ഭാവിയും നമ്മളുടെ കേരളം നാടിന്റെ ഭാവിയും തീരുമാനിക്കുന്ന ഒരു ഇലക്ഷനാണ്. അപ്പോൾ എത്ര കൊല്ലമായി MLA ആയ ഈ രാഷ്ട്രീയക്കാരെതിരെ ഇങ്ങനൊരു ജനവികാരം മതിയായി എന്തുകൊണ്ട് ജനങ്ങൾ പറയുന്നു? ഇത് ചിന്തിക്കേണ്ട ഒരു ഇഷ്യൂ ആണ്, ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു MLA ജനങ്ങളെ കണ്ട് വോട്ട് നേടി ഒരു രാഷ്ട്രീയക്കാരൻ MLA ആവുന്നു. ജനങ്ങൾ അദ്ദേഹം വാഗ്ദാനം കൊടുക്കുന്നതും ഉറപ്പ് കൊടുക്കുന്നതും എല്ലാം വിശ്വസിച്ച് ആ വ്യക്തിനെ MLA ആക്കുന്നു. MLA ആയിക്കഴിഞ്ഞാൽ ഒരു MLAന്റെ ഉത്തരവാദിത്വം, കടമ എന്താണ്? അതിനെക്കുറിച്ച് BJPയിൽ ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. കാരണം ഞങ്ങൾ രാഷ്ട്രീയം ചെയ്യുന്നതും രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതും ജനങ്ങളെ സേവിക്കാനും ജനങ്ങളെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാനാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. പക്ഷേ ഇവിടുത്തെ MLA ആണോ മറ്റൊരു നിയോജക മണ്ഡലത്തിന്റെ കോൺഗ്രസോ CPM മറ്റൊരു CPM MLA ആണെങ്കിൽ അവർ ഈ വോട്ട് നേടി ജനങ്ങളെ വിശ്വാസം നേടി MLA ആയിക്കഴിഞ്ഞിട്ട് അവർ എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ MLA 5 കൊല്ലമൊന്നുമല്ല, 5, 10, 15 കൊല്ലമായിട്ടൊരു MLA ആണ്. പക്ഷേ ഈ നിയോജക മണ്ഡലം നോക്കിയാലോ
അതിന്റെ അപ്പുറം തിരുവനന്തപുരം നോക്കിയാൽ ഇദ്ദേഹത്തിന്റെ പാർട്ടിയും കോർപ്പറേഷൻ ഭരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം MLA ആവുന്നത്. പക്ഷെ ഇന്നും നിയമത്തിൽ ഓരോരോ പ്രശ്നങ്ങളും അതുപോലെ തന്നെ പരിഹരിക്കാണ്ട് നിൽക്കുന്നു. ഒരു MLA കടുമയല്ലേ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന്? ഒരു MLA ഉത്തരവാദിത്വമല്ലേ നാടിനെ നന്നാക്കാൻ, നമ്മളെ കുട്ടികൾക്കൊരു നല്ല ഭാവി സൃഷ്ടിക്കാൻ, ഉണ്ടാക്കാൻ, അതൊരു അധ്വാനിക്കാൻ? പക്ഷെ അതൊന്നും നടക്കുന്നില്ല. ഞാൻ 5 കൊല്ലം മാത്രം നോക്കുന്നുള്ളേ. ഇവിടുത്തെ MLA എന്തെല്ലാം ചെയ്തില്ല എന്നൊരു റിപ്പോർട്ട് ചോദിച്ചപ്പോൾ അതൊരു 10-12 പേജാണ്. അത് ഞാൻ വായിക്കാൻ തുടങ്ങിയാൽ നമുക്കാർക്കും സമയം ഉണ്ടാവില്ല. പക്ഷേ ഇന്നും ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി 2021 കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി. ഇന്നും ഫംഗ്ഷൻ ചെയ്യുന്നില്ല. അത് നിയമമണ്ഡലത്തിൽ. പനത്തുറ കടലാക്രമണം കാരണം അവർ വീടുകളെല്ലാം തകർന്നു കിടക്കുന്നു, നശിക്കുന്നു. അതിനെക്കുറിച്ച് നിയമം MLA ഒന്നും ചെയ്യുന്നില്ല. നിയമം രജിസ്ട്രേഷൻ കോംപ്ലക്സ് 2018 തുടങ്ങി, ഇന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. അതിന് ഇനോഗ്രേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിവില്ല, താല്പര്യമില്ല. ഇന്നും തിരുവല്ലം അമ്പലത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇതിനെക്കുറിച്ച് വാഗ്ദാനം തന്ന MLA ഒന്നും ചെയ്തിട്ടില്ല. ആറ്റുകാൽ ടൗൺഷിപ്പ് പ്രോജക്റ്റിനെ കുറിച്ച് MLA എത്രയോ വാഗ്ദാനം തന്നതാണ്, ഒരു ചുക്കും നടന്നിട്ടില്ല. അങ്ങനെ ഞാൻ പറയാൻ തുടങ്ങിയാൽ ഇവിടെ നമ്മൾ 1.5 മണിക്കൂർ ഇരിക്കേണ്ടി വരും. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: എല്ലാം ശരിയാവുമാണ് MLAന്റെ പാർട്ടി 10 കൊല്ലം മുമ്പ് പറഞ്ഞത്. ഇന്ന് സ്ഥിതി എന്താണ്? ഒന്നും ശരിയായിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. ഇതാണ് സത്യം. എന്നിട്ട് ഇലക്ഷന്റെ മുമ്പ്, 1 മാസം മുമ്പ് ഇവർ വിവാദങ്ങൾ സൃഷ്ടിക്കും. ഇറാന്, ഗാസ, സിറിയ എല്ലാം. നിങ്ങൾക്ക് വോട്ട് കൊടുത്തത്, നിങ്ങൾക്ക് വോട്ട് തന്ന് വിശ്വസിച്ചത് MLA ആക്കിയത് നിയമന്ന ജനങ്ങളല്ലേ? ഇറാന്റെ ആൾക്കാരാണോ ധർമ്മടത്തിന്റെ MLAനെ മുഖ്യമന്ത്രിയാക്കിയിരിക്കുന്നത്? ഞാൻ ഇന്നലെ ധർമ്മടം എന്നോട് പറഞ്ഞു അത് CPMന്റെ കോട്ടയാണെന്ന്. അതെങ്ങനെയാണ് കോട്ടയായത്? മഹാരാജാവാണോ? അവിടെ ഒരു പരിപാടിയിൽ 5000 ജനങ്ങൾ വന്ന് അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല MLA മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു. അപ്പൊ കോട്ടയൊന്നല്ല, ഇതെല്ലാം കുറ്റകരമായ അനാസ്ഥയുടെ ഒരു ഹബ്ബാക്കി മാറ്റിയിരിക്കണം ഈ MLAമാര്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജനങ്ങളുടെ വികാരം എന്നാണ് മതിയായി MLA, മതിയായി രാഷ്ട്രീയം, മതിയായി വഞ്ചന. മാറ്റം തുടങ്ങാം മാറ്റം. നമുക്ക് വേണ്ടതെന്താണ്? വികസനം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന MLA, അതിനുവേണ്ടി അധ്വാനിക്കുക, ആത്മാർത്ഥമായി സത്യസന്ധയോടെ അധ്വാനിക്കുന്ന ഒരു MLA. നേമത്തിലും കഴക്കൂട്ടവും വട്ടിയൂർക്കാവും തിരുവനന്തപുരത്തും. അതാണ് നമ്മുടെ ആവശ്യം, ജനങ്ങളുടെ ആവശ്യം. ഓരോരോ വാഗ്ദാനങ്ങളും തരിക, വോട്ട് നേടുക, എന്നിട്ട് 5-10 കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുക. അതല്ല വേണ്ടത്. BJPന്റെ രാഷ്ട്രീയം, BJP NDAന്റെ രാഷ്ട്രീയം വളരെ ക്ലിയർ ആണ്. ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് ഞങ്ങളുടെ മകളുടെ അക്കൗണ്ടിൽ കാശുണ്ടാക്കാനോ, ശബരിമലന്റെ സ്വർണ്ണ കൊള്ള ചെയ്യാനോ, ജനങ്ങളെ വഞ്ചിക്കാനാണോ, ജനങ്ങളെ ഉപദ്രവിക്കാനാണോ? അതിനല്ല. അതാണ് CPMഉം കോൺഗ്രസ് കൊല്ലായിട്ട് ചെയ്യുന്നത്, പതിറ്റാണ്ടായിട്ട് ചെയ്യുന്നത്. ഞങ്ങള് ഒരു അവസരം ചോദിക്കുമ്പോൾ നാടിനെ നന്നാക്കണം, അത് ഞങ്ങൾ അധ്വാനിക്കും. അതാണ് ഞങ്ങളുടെ ഉറപ്പ്. കുട്ടികളുടെ ഭാവിക്ക് ഞങ്ങൾ അധ്വാനിക്കും, നല്ല ഭാവി സൃഷ്ടിച്ചു തരും. നരേന്ദ്രമോദിജി കഴിഞ്ഞ 12 കൊല്ലം ഇന്ത്യയിൽ കൊണ്ടുവന്ന മാറ്റം നിയമത്തിലും ഞങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു, തിരുവനന്തപുരത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു.
അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു അവസരം ചോദിക്കുന്നത്. വികസനം ജനമവകാശമാണ്. ഇതാരുടെയും ഒരു പ്രസാദോ കൈ പിടിച്ച് അല്ല, കൈ തൊഴുത് ഒരു ഫേവർ ഒന്നല്ല. ഞങ്ങൾ എല്ലാവരുടെയും ജനമവകാശമാണ്. ഒരു ഉത്തരവാദിത്തമില്ലുള്ള ഒരു MLA ആ വികസനത്തിന് വേണ്ടി അധ്വാനിക്കും. പക്ഷേ അതല്ല ഇവിടെ നടക്കുന്നത്, ഇതുവരെ നടന്നിട്ടില്ല. അത് മാറണം, അത് മാറ്റണം. അതാണ് നമ്മളുടെ ഉറപ്പ്. മാറ്റം തുടങ്ങാം. ഈ ഇലക്ഷൻ വഴിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. BJP NDക്ക് ഒരു അവസരം കിട്ടിയാൽ നിയമത്തില് 5 കൊല്ലം സമഗ്ര വികസനം ഞങ്ങൾ കൊണ്ടുവരും. ഓരോരോ പ്രശ്നങ്ങൾ നോക്കി മനസ്സിലാക്കി അത് പരിഹരിക്കും. ജനങ്ങൾക്ക് വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കി തരും. അഴിമതി രഹിത നിയമം ഞങ്ങൾ സൃഷ്ടിക്കും എന്നാണ് ഞങ്ങളുടെ വാഗ്ദാനം. എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് ഓടിപ്പോകുന്ന രാഷ്ട്രീയക്കാരെ ഇന്ന് മാറ്റണം. മതിയായി MLA നമുക്ക് വേണം, വികസിത നിയമം എന്ന് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്. CPMന്റെ ദുർഭരണത്തെക്കുറിച്ച് ഒരിക്കൽ പോലും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞിട്ടില്ല. ഭരണനാട്യമാണ് CPMും കോൺഗ്രസും ചേർന്ന് നടത്തുന്നത്. പ്രശ്നം പരിഹരിക്കാൻ കോൺഗ്രസിനോ CPMനോ സാധിക്കുന്നുമില്ല. BJP ഭരണത്തിൽ വന്നാൽ വികസന കേരളം എന്ന സ്വപ്നം സാധ്യമാകും. 140 മണ്ഡലങ്ങളിലും കരുത്തരായ സ്ഥാനാർത്ഥികൾ ഉണ്ടാകും. കൊള്ളക്കാരെ തോൽപ്പിക്കുകയും ചെയ്യും. BJP വർഗീയ പാർട്ടിയാണെന്ന പ്രചാരണം പൊളിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെ മടിയിൽ ഇരുന്നാണ് BJPക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. ആരാണ് നാടിനു വേണ്ടി പ്രവർത്തിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. 140 സീറ്റിലും BJP വിജയസാധ്യത കാണുന്നുണ്ടെന്നുമാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. ഇറാൻ US പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ വാല് മാത്രം പിടിക്കുന്നത് എന്തിനാണ്? UAEയിലും ബഹ്റൈനിലും ധാരാളം മലയാളികളുണ്ട്. അവിടെ ഇറാൻ ആക്രമണം നടത്തുന്നതിനെ കുറിച്ച് ആരും പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ്? യുദ്ധത്തിന്റെ സമയമല്ലെന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതാണെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി.